എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമേ. ഇന്ന് നമുക്ക് ഉലുവയുടെ ഇല കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഉലുവ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഉലുവയുടെ ഇല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി വലുതായിട്ട് എടുത്തേക്കുന്നു, ഒരു തക്കാളി, 2 തക്കാളി പ്യൂരിയായിട്ട് എടുത്തേക്കുവാന്നേ. മിക്സിയിലിട്ട് അടിച്ചതല്ല, അല്ലാതെ ചിരണ്ടി ഉണ്ടാക്കി വെക്കും. ജാറെടുത്തിട്ട് കുറച്ച് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി, കുറച്ച് വെളുത്ത എള്ള, ഓരോ കൈപ്പിടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പാത്രം ചൂടായേ, ഒരു ചട്ടി ചൂടായി, അതിനകത്തോട്ട് നമുക്ക് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണ് കടുകെണ്ണ ഒഴിച്ചു. കടലമാവ് എണ്ണ ചൂടായി കഴിഞ്ഞപ്പം മുഴുവനായിട്ടെടുത്ത് വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറണേ. അത് കഴിഞ്ഞിട്ട് പൊടിയായിട്ടരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. രണ്ടിൻ്റെ കളറൊന്ന് മാറട്ടെ. നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ചെറുതായി അരിഞ്ഞ സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. കളർ മാറി വരുന്നത് വരെ നമുക്ക് കളർ മാറി വന്നു. അപ്പം നമ്മൾ എടുത്തു വെച്ച തക്കാളി ഇട്ട് കൊടുത്തു. ഇതിൻ്റെയും കളറൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞു വരണം. അതുവരെ നമുക്ക് ഇളക്കാം. ഈ മീഡിയത്തിലിടണേ. പിന്നെ നമ്മളിവിടെ അരച്ചെടുത്തില്ലായിരുന്നോ കപ്പലണ്ടിയും എള്ളും കടലമാവും കൂടെ, അതൊഴിച്ചു കൊടുത്ത് ഇത് കൈ എടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കാരണം കപ്പലണ്ടി പ്രോട്ടീനോ കൊഴുപ്പല്ലേ. അത് നന്നായിട്ട് ഇളക്കി വെച്ച് ആവശ്യം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി. മുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് പച്ചമണം മാറും വരെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണേ. ഇതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച ഉലുവയുടെ ഇല, കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച ഉലുവയുടെ ഇലയിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഉലുവയുടെ ഇല ഒന്ന് വാടി വരണം. ഉലുവയുടെ ഇലയും വാടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അടിയിലൊക്കെ ഇച്ചിട്ട് പിടിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഇളകി വരാനും ഗ്രേവി ഒന്ന് കുറുകാനുമായിട്ട് ചൂടുവെള്ളം ഒഴിക്കണേ, പച്ചവെള്ളം ഒഴിക്കല്ലേ. ഇപ്പോൾ എല്ലാം ഒന്ന് വാടി ഗ്രേവിയൊക്കെ ഒന്നായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തേ. നമ്മുടെ കറി ഏകദേശമൊക്കെ ഒന്നായിട്ടുണ്ട്. വേണ്ടത്ര ഗ്രേവി നമുക്ക് ആക്കി എടുക്കാം. നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം ചെറുതീയിൽ. നമ്മൾ തുറന്നു നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാമേ ഒരു പാത്രത്തിലോട്ട്. ഒരുപാട് വെള്ളമാക്കരുത്, ഒരു സെമി ഗ്രേവി ആയിട്ടിരിക്കണം. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ഒരു അഴുക്കാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.